Good morning, sir. Yes, Sir. Sanju. Good morning, sir. Okay, Good morning, sir. Revati, Josmi, Aisha, Sheni, good morning. Good morning, sir. Good morning, sir. Asli, Shakilate, good morning. Anu, good Good morning. morning, sir. Good morning, Okay, sir. Lisa. Yes, good morning. Good morning, sir. Yes, good morning, Nikita. Okay, ആരാണ് prayer? Sir Hasina. Yes. Oh, yeah. പറഞ്ഞോളൂ ഹസീന. Let us start the day with a prayer. Dear God, thank you for this beautiful day. Bless our teachers, parents, and friends. Help us to learn good things and become kind and honest people. Guide us in a right path. Amen. Thank you. Yes, very good, very good. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയ prayer ആണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവമാണ് കേൾക്കാതിരിക്കുക അല്ലേ? Yes. Yes. Okay, okay, very good. Then, signing on. Good morning, sir. Naina. Yes, okay, Naina. Okay. Good morning, everyone. It is my immense pleasure to welcome you all to today's class. First, I heartily welcome our job, sir, today's session. We all are expecting new knowledge from your side, and also I am inviting all my classmates. Thank you. Yes, very good, very good, very good, very good. Yes, then, thought of the day. Sir, Yes, പറഞ്ഞോളൂ. quoting the words of Nelson Mandela, education is the most powerful weapon which you can use to change the world. Thank you. Yes, yes, very good, very good, very good. എപ്പോഴായാലും അത് ഗുണത്തിൽ തന്നെ കൊള്ളും. അത് 100% ഉറപ്പുള്ള കേസാണ്. എഡ്യൂക്കേഷൻ ഇസ് എ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ അജക്റ്റീവിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അജക്റ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗം കൂടി അവശേഷിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു വെർബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് നമ്മൾ 3 കാലങ്ങൾ പറയും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 കാലങ്ങൾ നമ്മൾ പറയാറുണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ V1, V2, V3 എന്ന് പറയും. അങ്ങനെ പറയുന്നത് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് ഗോ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൾ. ഓക്കെ, ഇത് ഒരു വെർബിനാണ്. അതുപോലെ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ, ഒരു പേരിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു അഡ്ജക്റ്റീവിനും 3 കാലങ്ങൾ, വെർബിന് 3 കാലങ്ങൾ ഉള്ളതുപോലെ അഡ്ജക്റ്റീവിന് 3 കാലങ്ങളുണ്ട്. അഡ്ജക്റ്റീവിന്റെ 3 കാലങ്ങൾ എന്നല്ല പറയുക, ടെൻസ് എന്നല്ല പറയുക, ഡിഗ്രീസ് എന്നാണ് പറയുക. ഡിഗ്രി, അതിന്റെ അർത്ഥം ആ 3 കാലങ്ങൾ 3 ഡിഗ്രി എന്ന് പറയും. അതിൽ ഒന്നാമത്തെ പറയുന്ന പേര് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തെ പറയുന്ന പേര് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തേന് പറയുന്ന പേര് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോ ഒരു വെർബിന് നമ്മൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് നമുക്കിങ്ങനെ 3 ഡിഗ്രീസ് ഉണ്ട്. അതാണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. 3ആയിട്ട് നമുക്ക് തിരിക്കാം, 3 ഡിഗ്രീസ്. യെസ്, ഇപ്പൊ നമ്മൾ സംഗതി കണ്ടു. ഇപ്പോ അഞ്ജലിയെ ഒരു ഡാൻസ് കോമ്പറ്റീഷന് വിധികർത്താവായിട്ട് വിളിച്ചു. അഞ്ജലി വിധികർത്താവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സംഘടക സമിതി വന്നിട്ട് പറഞ്ഞു 3 പേരാണ് മത്സരിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ ജഡ്ജസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് എടുക്കുന്നത്. അപ്പൊ അഞ്ജലി ഇതിനകത്ത് എക്സ്പെർട്ട് ആയതുകൊണ്ട് അഞ്ജലിയോട് പറഞ്ഞു. അപ്പൊ അഞ്ജലിയോട് പറഞ്ഞു ഔട്ട് ഓഫ് 10 ഇട്ടാൽ മതി മാർക്ക്.
10 ഇട്ടാൽ മതി. വേറെ ആരും ഓക്കെ. അഞ്ജലി ചെയ്തു. ഓക്കെ, ഇടയ്ക്ക് വന്നോളാം. യെസ്. അപ്പോ അഞ്ജലി മാർക്ക് ഇടാൻ വേണ്ടി അവിടെ ഇരിക്കും. യെസ്. അപ്പൊ അഞ്ജലി നോക്കി ചെസ് നമ്പർ 1 വിളിച്ചു. ഒരു കാൻഡിഡേറ്റ് വന്നു, പെർഫോമൻസ് നോക്കി കഴിയുമ്പോ അടിപൊളി പെർഫോമൻസ്, കറക്റ്റ്. അപ്പോ അഞ്ജലി എന്ത് ചെയ്തു? ചെസ് നമ്പർ 1 എന്നുള്ളതിന് 10 മാർക്ക് അങ്ങനെ കൊടുത്തു. കാരണം സൂപ്പറാണ് പരിപാടി. അപ്പൊ ഔട്ട് ഓഫ് 10 ആണ് അഞ്ജലി അതിന് 10 മാർക്ക് കൊടുത്തു. എന്നിട്ട് ചെസ് നമ്പർ 2 വിളിച്ചു. ചെസ് നമ്പർ 2 വിളിച്ചു കഴിഞ്ഞപ്പോ അതും അടിപൊളി പെർഫോമൻസ്. പക്ഷെ സംഘാടക സമിതിക്കാര് അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ട് 2 ഫസ്റ്റോ 2 സെക്കൻഡോ പാടില്ല. ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ് ഇതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഫസ്റ്റ് വരാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തെ കാൻഡിഡേറ്റ് ചെസ് നമ്പർ 2 വന്നു. അതിന്റെ ഡാൻസ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ അത് സൂപ്പർ. അപ്പോ അതിനൊരു 11 മാർക്ക് കൊടുക്കണം. പക്ഷെ ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുള്ളൂ. 10 മാർക്ക് ഓൾറെഡി നമ്പർ 1 കൊടുത്തു പോയി. യെസ്. അപ്പോ അഞ്ജലി മനസ്സിൽ ചിന്തിക്കും, ചെസ് നമ്പർ 1 ആണോ ചെസ് നമ്പർ 2 ആണോ നല്ലതെന്ന് നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി ചെസ് നമ്പർ 1-നേക്കാൾ നല്ലത് ചെസ് നമ്പർ 2 ആണ്. യെസ്. അപ്പോഴും അഞ്ജലിയുടെ മനസ്സിലേക്ക് വേറൊരു ചിന്ത വന്നു, ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്, അത് ഇതിനേക്കാളും മുകളിൽ പോയാലോ. അതുകൊണ്ട് അഞ്ജലി തന്ത്രപരമായിട്ടൊരു കാര്യം ചെയ്തു. ഇപ്പോ ചെസ് നമ്പർ 1-ലും 2-ലും ഏറ്റവും നല്ലത് ഏതാണ്? ഏറ്റവും നല്ലത് ചെസ് നമ്പർ 2 ആണ്. അപ്പൊ ചെസ് നമ്പർ 2-ന് അഞ്ജലി എന്ത് ചെയ്തു? ഒരു 9 കൊടുത്തു. 9 കൊടുത്തു. യെസ്. എന്നിട്ട് ചെസ് നമ്പർ 1 ആദ്യം കൊടുത്തത് 10 അല്ലേ? ആ 10 അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് പകരം അത് 8 ആയി. യെസ്. അപ്പൊ നോക്കാം, ചെസ് നമ്പർ 1-ന് 8 മാർക്ക് കൊടുത്തു, ചെസ് നമ്പർ 2-ന് ഇപ്പൊ 9 കൊടുത്തു. യെസ്. അപ്പൊ ഈ ചെസ് നമ്പർ 2-ന് എന്തുകൊണ്ട് അഞ്ജലി 10 കൊടുത്തില്ല? കാരണം ഇങ്ങോട്ടും വരാനുണ്ട്, അപ്പൊ വീണ്ടും വെട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം 9-ൽ നിർത്തി. ഓക്കെ. എന്നിട്ട് ചെസ് നമ്പർ 3 വന്നു. ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ നല്ലതാണ്, പക്ഷേ സൂപ്പർ അല്ല. അപ്പൊ അതിനൊരു തേർഡ് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ചെസ് നമ്പർ 3-ക്ക് അഞ്ജലി എന്ത് കൊടുത്തു? 7 കൊടുത്തു. യെസ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെസ് നമ്പർ 2 ആണ് ഫസ്റ്റ് പ്രൈസ്, ചെസ് നമ്പർ 1 ആണ് സെക്കൻഡ് പ്രൈസ്, ചെസ് നമ്പർ 3 ആണ് തേർഡ് പ്രൈസ്. ഓക്കെ, ഇവിടെ കിട്ടിയില്ലേ? യെസ്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്ന ഈ സംഗതി തരക്കേടില്ല, നല്ലത്, അത് ചെസ് നമ്പർ 3 ആണ്. അപ്പൊ നമ്മൾ ഗുഡ് എന്ന് പറയും. കൊള്ളാം, നല്ലതാണ്. ചെസ് നമ്പർ 3 കുഴപ്പമില്ല, നല്ല ഡാൻസ് ആയിരുന്നു. അപ്പൊ ചെസ് നമ്പർ 3-നേക്കാളും കുറച്ചുകൂടി മെച്ചമായിരുന്നു ചെസ് നമ്പർ 1. അപ്പൊ അതിനെന്ത് പറഞ്ഞു? ബെറ്റർ എന്ന് പറഞ്ഞു. ഇനി ചെസ് നമ്പർ 1-നേക്കാളും മെച്ചമായിരുന്നു ചെസ് നമ്പർ 2. അപ്പൊ അതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഇനി വേറെ ഇല്ല, 3 ഉള്ളൂ. അപ്പൊ അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, ഗുഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി, കുറച്ചുകൂടി നല്ലതാണെങ്കിൽ എന്ത് പറയണം? ബെറ്റർ. ഏറ്റവും നല്ലതാണെങ്കിൽ എന്ത് പറയണം? ബെസ്റ്റ്. ബെസ്റ്റ് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇല്ല. യെസ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇല്ല. അപ്പൊ ബെസ്റ്റ് കൊടുക്കണോ വേണ്ടി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ സ്കൂളില് SSLC-ക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം SSL സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോ HM കത്ത് എഴുതി, ടു ഗീവ് മൈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആൻഡ് TC എന്നൊക്കെ പറഞ്ഞ കത്ത് എഴുതി. അപ്പോ ആ HM തന്ന മറുപടിയിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ഷാഹിലത്ത് ഹെയർ ക്യാരക്ടർ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഷാഹിലത്ത് ആ വർഷം അവിടെ പഠിച്ച 300 വിദ്യാർത്ഥികൾ ഏറ്റവും മുകളിലാണെന്നല്ല, കുഴപ്പമില്ലതുള്ളൂ. പക്ഷെ ഷാഹിലത്ത് പണ്ട് അവിടെ ഒരു കുട്ടി കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോ ചാടി എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ HM-ന് അറിയാം. അപ്പൊ ഷാഹിലത്തിന് TC കൊടുക്കുമ്പോ HM എന്ത് ചെയ്യും? ഗുഡ് എന്നുള്ളത് മാറ്റും. കിണറ്റിലൊക്കെ ചാടി രക്ഷപ്പെടുത്തില്ല, ലെക്ചർ എടുക്കട്ടെ. യെസ്. അപ്പോ ഗുഡിനേക്കാളും മുകളിലായി. യെസ്. അപ്പൊ അവിടെ 300 കുട്ടികൾ പഠിക്കുന്നു, 299 പേർക്കും എന്താണ്? ഗുഡാണ്. പക്ഷെ ഷാഹിലത്തിന് അവിടെ എന്ത് കിട്ടി? വെക്ടർ കിട്ടി. അപ്പൊ അവരുടെ മുകളിലായി. ഇനി
വേറൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ചത് അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ സ്വന്തം ജീവൻ തന്നെ ബലി കഴിച്ച് അല്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലായിക്കൊണ്ട് ഒരു കുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. അവ രക്ഷിച്ച കുട്ടിക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാലും ആ കുട്ടിയെ ചെയ്തില്ലേ. അപ്പൊ അവന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എച്ചം എഴുതും ദ ബെസ്റ്റ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് വേറെ നല്ലതില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. ഭംഗിയുള്ളത്, കുറച്ചുകൂടി ഭംഗിയുള്ളത്, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. യെസ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗുഡ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? സൂപ്പറായിട്ടില്ല. കാരണം കുറച്ചുകൂടി നല്ല അപ്പുറത്ത് ബെറ്റർ കിടപ്പുണ്ട്, ഏറ്റവും നല്ലതാണെങ്കിൽ പിന്നെ ഒരു ബെസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ പറയും ചുമ്മാതല്ല സാർ ഇടക്കിടക്ക് ഗുഡ് നല്ലത് അല്ലേ. അപ്പൊ അപ്പുറത്തൊരു ബെറ്ററും ബെസ്റ്റും വേറെ കിടപ്പുണ്ട് അല്ല, അതിന്റെ മുകളിൽ ഒരെണ്ണം കിടപ്പുണ്ട്, അതിന്റെ മുകളിൽ ഒരെണ്ണം കിടപ്പുണ്ട്. യെസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗുഡ് എന്ന് പറയുമ്പോൾ സൂപ്പർ അല്ല, കൊള്ളാം, എഗ്രീഡ്, അതാ വരുന്നുള്ളൂ. ഏത് ഞാൻ നിങ്ങൾക്ക് ഗുഡ് തന്നെ സൂപ്പർ ആയിട്ടല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതിന്റെ അകത്ത് പറയുമ്പോ പോസിറ്റീവ് നമ്മളിപ്പോ പറയാറുണ്ട് ഷീസ് എ ഗുഡ് മാൻ. ആ ഗുഡ് എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്, അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. കുറച്ചുകൂടി നല്ലതാണെങ്കിൽ ബെറ്റർ എന്ന് പറയും, ഏറ്റവും നല്ലതാണെങ്കിൽ ബെസ്റ്റ്. അപ്പോ നിങ്ങൾ കഴിച്ച ഭക്ഷണം രുചിച്ചതിന് ശേഷം വീട്ടുകാരെ പറയുന്നത് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ ഗുഡിന്റെ മുകളിലായി. യെസ്, അവര് പറയുന്നു ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അവർ നല്ലത് ഇവരെ കഴിച്ചിട്ടില്ല, അത്ര സൂപ്പറാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കണം ഗുഡ് ആണോ ബെറ്റർ ആണോ ബെസ്റ്റ് ആണോ എന്ന് ചോദിക്കണം. യെസ്, ഓക്കെ. നമുക്ക് പറയാം സ്മോൾ, ചെറുത്. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ സ്മോളർ, ഏറ്റവും ചെറുതാണെങ്കിലോ സ്മോളസ്റ്റ്. ടോൾ, പൊക്കമുള്ളത്. കുറച്ചുകൂടി പൊക്കമുള്ളതാണെങ്കിൽ ടോളർ, ഏറ്റവും കൂടുതൽ പൊക്കമുള്ളതാണെങ്കിൽ ടോളസ്റ്റ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് നമ്മൾ കുറച്ച് നമ്മൾ കാണാതെ പഠിച്ചു പോകാം, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ നമ്മളൊരു ഹെഡിങ് ചെയ്ത് രണ്ടുകൂടെ നമുക്ക് സെന്റൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുകൊണ്ടും എഴുതും. അപ്പൊ പ്രസന്റ്, പാസ്റ്റ് പഠിച്ചപ്പോൾ എഴുതുന്ന പോലെ എഴുതുക. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, 3 ഹെഡിങ് എഴുതും. ഓക്കെ, യെസ്, നമുക്ക് രണ്ടുമൂന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇരിക്കും ഫാസ്റ്റ്. Sir, positive, comparative. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. യെസ്, ഫാസ്റ്റ്, FAST, ഫാസ്റ്റ്. അതിന്റെ കമ്പാരിറ്റീവ് ആണ് ഫാസ്റ്റർ, FASTER, ഫാസ്റ്റർ. അതിന്റെ സൂപ്പർലേറ്റീവ് ആണ് ഫാസ്റ്റസ്റ്റ്, FASTEST. യെസ്, അടുത്തത് ലൈറ്റ്, LIGHT. ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞതാണ് ലൈറ്റ്. അടുത്തത് ലൈറ്റർ, LIGHT ആണ് കമ്പാരിറ്റീവ്, ലൈറ്റർ. അടുത്തത് ലൈറ്റസ്റ്റ്, LIGHTEST. യെസ്, അടുത്തത് ബിഗ്, BIG, ബിഗ്. ബിഗ്ഗർ, BIGGER, ബിഗ്ഗർ, കുറച്ചുകൂടി വലുത്. ബിഗ്ഗസ്റ്റ്, BIGGEST, ബിഗ്ഗസ്റ്റ്. യെസ്, അടുത്തത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അടുത്തത് ബാഡ്, BAD, ബാഡ്, മോശമായ. അതിന്റെ കമ്പാരിറ്റീവ് ആണ് വേഴ്സ്, WORSE, വേഴ്സ്. സൂപ്പർലേറ്റീവ് ആണ് വേഴ്സ്റ്റ്,
WORST, worst. Yes, അടുത്തത് മച്ച്, MUCH, മച്ച്, ധാരാളം. കമ്പാരിറ്റീവ് ആണ് മോർ, MORE, മോർ. അടുത്തത് സൂപ്പർലേറ്റീവ് മോസ്റ്റ്, MOST, മോസ്റ്റ്. യെസ്, അടുത്തത് ഓൾഡ്, OLD, ഓൾഡ്. അതിന്റെ കമ്പാരിറ്റീവ് ആണ് ഓൾഡർ. സൂപ്പർലേറ്റീവ് ആണ് ഓൾഡസ്റ്റ്, ഓൾഡസ്റ്റ്. യെസ്, ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ഇതിന് വേറെ ഒരു കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് കൂടി ഉണ്ട്. ഇത് കൂടാതെ അതാണ് എൽഡർ, എൽഡസ്റ്റ്. അത് അതിന്റെ അടിയിൽ എഴുതിയിട്ടോ, എൽഡർ, എൽഡസ്റ്റ്. യെസ്, അത് നമ്മളിപ്പോ മൂത്തത്, ഇളയത് എന്നൊക്കെ പറയില്ലേ, അപ്പൊ എൽഡർ വരണം. പഴയത് എന്ന് ഉദ്ദേശിക്കുമ്പോ ഓൾഡർ പറഞ്ഞാൽ. യെസ്, രണ്ടെണ്ണമുണ്ട് പേര്. യെസ്, ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി വന്നെ നമുക്ക് എന്റെ ഇടയിൽ ചേർക്കാം. കുറച്ച് സ്ഥലം വിട്ടേച്ചാൽ മതി. യെസ്, ജോസ്മിൻ. Yes, sir. അപ്പോ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സംഗതികളാണ് കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഒക്കെ. യെസ്, ഇപ്പൊ ഞാനൊരു വേർഡ് പറയും, ബ്യൂട്ടിഫുൾ. ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡിന് മനോഹരം, കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്താണെന്ന് പറയാമോ? Beautiful. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സുന്ദരമായ, കുറച്ചുകൂടി സുന്ദരമായ, ഏറ്റവും സുന്ദരം. Beauty. ബ്യൂട്ടി, Beautiful. Beautifully. യെസ്. ഓക്കെ. വേറെ വഴിക്കൊക്കെ ജോസ്മി പോവുകയാണ്. അതങ്ങനെയല്ല, ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാൻ കാരണം എപ്പോഴും ശരിയായില്ലെങ്കിലും ഒരു 99% കറക്റ്റ് ആവും. ഈ ജോസ്മി ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ജോസ്മിയുടെ നാവ് മുകളിൽ എത്ര വശം മുട്ടുണ്ടെന്ന് നോക്കി. Beauty. രണ്ട്. അപ്പൊ അത് ഓർത്തിരുന്നോ? രണ്ട് കൂടുതലോ പ്രാവശ്യം ഒരു അഡ്ജക്റ്റീവ് പറയുമ്പോൾ നാവ് മുകളിൽ മുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും മോറും മോസ്റ്റും വെച്ചിട്ടായിരിക്കും. ഓക്കെ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി വേറൊരു വേർഡ് ഞാൻ പറയാം, ഡിഫിക്കൽട്ട്. എന്ന് പറഞ്ഞു നോക്കിയ ജോസ്മി എത്ര വർഷം കിട്ടുന്നുണ്ട്? Difficult. രണ്ട് വട്ടം. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്തൊക്കെയാണ് വരും? More difficult. Most difficult. മോർ ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇതൊരു 99% ഓക്കെ കേട്ടോ. യെസ്, അപ്പൊ ഇതൊന്നും മനസ്സിൽ വെച്ചിരുന്നു. വലിയ വലിയ വാക്കുകൾ വരുമ്പോൾ അത് മോറും മോസ്റ്റുമായിട്ട് വരും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. യെസ്, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടുന്നുണ്ട് ജോസ്മി? എന്താ സർ? ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നാക്ക് എത്ര പ്രാവശ്യം മുകളിൽ മുട്ടുന്നുണ്ടെന്ന് നോക്ക്. 3 വട്ടം. യെസ്, 2 കൂടുതലായല്ല. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞു മോർ തന്നെയല്ലേ വരിക? അത് തന്നെയാണ് വന്നത്. മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. യെസ്, പിടികിട്ടിയല്ലോ. യെസ്, അപ്പൊ ചില വാക്കുകൾക്ക് കമ്പാരിറ്റീവും പോസിറ്റീവും കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ചിലതിന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് പോകെ അങ്ങോട്ട് മനസ്സിലാക്കാം. യെസ്, അപ്പൊ നമുക്ക് ഡീറ്റെയിലോട്ട് കിടക്കാം. ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക്. ഓക്കെ, യെസ്. അപ്പൊ ഒരു വാല്യം എഴുതിക്കും. Hari is
Hari is the oldest, O-L-D-E-S-T, oldest boy in the class. Hari is the oldest boy in the class. Okay. Yes. Hari is the oldest boy in the class. Anjali. Anjali. Yes, sir. Okay. അപ്പൊ ഞാനൊരു വാചകം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹരി ഈസ് ദ ഓൾഡസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഈ വാചകം പോസിറ്റീവ് ആണ്, കമ്പാരിറ്റീവ് ആണ്, സൂപ്പർലേറ്റീവ് ആണ്? എന്ത് തോന്നുന്നു അഞ്ജലി? അഞ്ജലിയുടെ അഭിപ്രായമാണ്, അത് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? ഇത് പോസിറ്റീവ് ആണ്, കമ്പാരിറ്റീവ് ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള വാചകമാണോ എന്നാണ് ചോദ്യം. ഇത് സാർ ഇത് സൂപ്പർലേറ്റീവ് അല്ലേ? അല്ലേ? ആണല്ലോ. അതൊക്കെ പറഞ്ഞു, തെറ്റുമായിട്ട് പറഞ്ഞോ? സൂപ്പർലേറ്റീവ് ആയിട്ട് പറഞ്ഞോ. വെരി ഗുഡ് അഞ്ജലി, വെരി ഗുഡ്. സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു വാചകമാണ്. ഇത് എങ്ങനെ അഞ്ജലിക്ക് പിടികിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അഞ്ജലി ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഓൾഡസ്റ്റ് എന്ന് വേർഡ് കിടന്നു. ഓൾഡസ്റ്റ്. അപ്പൊ ഓൾഡസ്റ്റ് സൂപ്പർലേറ്റീവിന്റെ അടിയിൽ വരുന്നതാണ്. അപ്പൊ അഞ്ജലിക്ക് മനസ്സിലായി ഇതൊരു സൂപ്പർലേറ്റീവ് വാചകമാണ്. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്, ഈ തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവ് വാചകത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് വാചകത്തിലേക്ക് മാറ്റിയിടാൻ പറയും. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. ഇതാണ് ചോദ്യം. ഓക്കെ അഞ്ജലി, മ്യൂട്ട് ചെയ്തോ, ഞാൻ വിളിച്ചോളാം. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ്, ഇതായിരിക്കും ചോദ്യം. അപ്പൊ തന്നിരിക്കുന്ന വാചകം സൂപ്പർലേറ്റീവ് ആണ്. നമ്മൾ ഇതിനെന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റിയത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റി എഴുതുമ്പോൾ ഓൾഡസ്റ്റ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം എന്ത് ഉപയോഗിക്കണം? ഓൾഡർ എന്ന് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കേണ്ടി വരും, ഓൾഡർ എന്ന് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അത് പിടികിട്ടില്ല. ഓൾഡർ എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. യെസ്. അപ്പൊ ഇനി നമുക്ക് ഒന്നിട്ട് കാര്യങ്ങൾ നോക്കാം. ഈ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. കമ്പാരിസൺ എന്ന് പറയാമല്ലോ. കമ്പാരിസൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലെ, പിള്ളേര് പറയില്ല, അമ്മ എന്നെ മറ്റേ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറയാം. താരതമ്യം ചെയ്യാന്നല്ല എന്റെ അർത്ഥം. അപ്പൊ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യം ചെയ്യാം. ഈ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് എപ്പോഴും കമ്പയർ ചെയ്യാനാണ്. ചിലപ്പോ ഒരെണ്ണത്തെ വേറൊരു കൂട്ടം ഗ്രൂപ്പിനോടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. രണ്ട് സംഗതി വേണം കമ്പയർ ചെയ്യും. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് സംഗതി. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഹരിയാണ് ക്ലാസ്സിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാർത്ഥി. പക്ഷെ ഞാൻ തോറ്റു പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് വിചാരിച്ചു. അവിടുത്തെ ഏറ്റവും പഴക്കമുള്ള വിദ്യാർത്ഥി ഹരിയാണ്. ഹരിയേക്കാളും പഴക്കമുള്ള വേറെ വിദ്യാർത്ഥി ഇല്ല. അതാണ് ദ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞു. ഓൾഡസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹരി ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളെക്കാൾ പഴക്കമുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ ഹരിയെയും മറ്റു വിദ്യാർത്ഥികളെയും തമ്മിൽ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഹരി ഒരെണ്ണം, മറ്റത് മറ്റു വിദ്യാർത്ഥികൾ. ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ ഹരിയാണ് ഏറ്റവും പഴക്കമുള്ള വിദ്യാർത്ഥി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. ഈ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ദാൻ എന്ന് പറയുന്നൊരു വേർഡ് കരുതുക. ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാൾ എന്ന് പറയില്ല, അവനേക്കാൾ, നിങ്ങളെക്കാൾ, ദാൻ യു, കേട്ടോ. ദാൻ എന്ന് പറഞ്ഞൊരു വേർഡ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ കരുതുക. അത് എപ്പോഴൊന്നും ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ തൊട്ട് മുന്നിൽ എപ്പോഴും ആർട്ടിക്കിൾ ഉണ്ടാവും. ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ എപ്പോഴും ഉണ്ട്. നോക്കി, ഇപ്പൊ നമ്മളിപ്പോ എഴുതിയേക്കുന്ന വാചകത്തിൽ തന്നെ ഓൾഡസ്റ്റിന്റെ മുന്നിൽ നോക്കി, ദി ഓൾഡസ്റ്റ്. സൂപ്പർലേറ്റീവിന്റെ മുന്നിൽ എപ്പോഴും ആർട്ടിക്കിൾ ഉണ്ടാവും. അതും കൂടെ ഓർത്തിരിക്കും. യെസ്. അപ്പൊ നമ്മൾ പറയുന്നു
സാർ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയുമോ? ഞാൻ കസ്റ്റമർ ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ഏതാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ അതിന് ഹരി മുന്നേ ഒരു ഓക്കെ. ഇതല്ല, ഒരു ഹരി എഴുതാൻ ഓക്കെ. ഹരി ഈസ് the oldest boy in the class. Hari is the oldest boy in the class. അതാണ് സെന്റൻസ്. അത് സൂപ്പർലേറ്റീവ് ആണ്. അതിനെ നമ്മൾ കമ്പാരിറ്റീവിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിയെയും മറ്റു കുട്ടികളെ ഒരു ഗ്രൂപ്പ് ആക്കി രണ്ടിനും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. നമ്മൾ പറയുന്നു മറ്റു കുട്ടികളെക്കാൾ പഴക്കമുള്ള വിദ്യാർത്ഥിയാണ് ആര്? ഹരി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഹരി ഈസ് ഓൾഡർ ദാൻ any other boys in the class. Hari is older comparatively older than any other boys in the class. ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളെക്കാൾ പഴക്കമുള്ളത് ആർക്കാണ്? ശരിക്കും ഇരിക്കും. ഹരി ഈസ് older than all the other boys in the class. Hari is older than all the other boys in the class. ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ പൊക്കമുള്ളത് ആർക്കാണ്? ഹരിക്കാണ്. യെസ്, അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാം. എന്നിട്ട് ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കമ്പാരിറ്റീവ്. യെസ്, അടുത്ത വാചകം എഴുതിക്കോളൂ. ടാഗോർ is the greatest, GREATEST, greatest poet, poet in Bengali. B capital letter, BENGALA. അപ്പൊ നമ്മൾ നോക്കി, ആ നേരത്തെ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിന്റെ അടിയിൽ ഒരു വാക്കുകൂടി എഴുതി. ഗ്രേറ്റസ്റ്റ്. ഓക്കെ, ഈ വാചകം നോക്കി. ടാഗോർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഇൻ ബംഗാളി. ബംഗാളി ഭാഷയില് ഏറ്റവും വലിയ പോയറ്റ് ടാഗോറാണ്. അപ്പോ കമ്പാരിറ്റീവ് ഇങ്ങോട്ട് മാറ്റുക, ബ്രാക്കറ്റ് എഴുതി ചേഞ്ച് ടു കമ്പാരിറ്റീവ്. ചോദ്യം അതാണ്ട, ചേഞ്ച് ടു കമ്പാരിറ്റീവ്. ചേഞ്ച് ടു കമ്പാരിറ്റീവ്. യെസ്, ആ കമ്പാരിറ്റീവ് ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ എന്ത് വേണം? ഒരു വശത്ത് ടാഗോറിന്റെ ആകാം, മറ്റു വശത്ത് പറഞ്ഞു തരുമോ? ഏതാണ്? ടാഗോർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഇൻ ബംഗാളി. എന്ന് വെച്ച് കഴിഞ്ഞാല് ടാഗോറാണ് ബംഗാളിലെ ഏറ്റവും ഉയർന്ന പോയറ്റ്. അപ്പൊ ഒരു വശത്ത് ടാഗോറിനെ ആക്കാം, ഒരു വശത്ത് ബംഗാളിലുള്ള മറ്റ് കവികളെ ആക്കാം. തമ്മിൽ താരതമ്യം ചെയ്യാം. രണ്ട് താരതമ്യം ചെയ്യുമ്പോൾ ടാഗോറാണ് വരുന്നത് പറയും. നേരത്തെ നമ്മളൊരു മോഡൽ എഴുതിയില്ലേ, ആ മോഡൽ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് ചെയ്തോളൂ. യെസ്, അച്ചു എന്ന് പറഞ്ഞോളൂട്ടോ കഴിയുമ്പോ. ഓക്കെ ഐഷ. യെസ്, അപ്പൊ അച്ചുവിനെ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഷീനനെ വിളിക്കാം. ഷീന പറഞ്ഞോളൂ. Tagore is great poet in Bengali. ഗ്രേറ്റ് ആണ്, ഗ്രേറ്റർ ആണ് പറഞ്ഞത്?
greater. ഗ്രേറ്റ് ഒന്നുകൂടി പറഞ്ഞേ. Great. Tagore is great poet in Bengali. ഇപ്പൊ നോക്കിയേ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രേറ്റ് ആണ് പോസിറ്റീവ്, GREAT. അതിന്റെ കമ്പാരിറ്റീവ് ഗ്രേറ്റർ ആണ്, GREATER. സൂപ്പർലേറ്റീവ് ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കണേ. നമുക്ക് എഴുതേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഗ്രേറ്റർ വെച്ചിട്ടാണ്. അപ്പൊ ഒന്നുകൂടി കറക്റ്റ് ആക്കി പറഞ്ഞേ. Tagore is greater poet in Bengali. യെസ്. ചെറിയൊരു എഡിറ്റിംഗ് അതിൻ്റെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നേരത്തെ ഷാഹിലത്തെ പറഞ്ഞേ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. കഴിഞ്ഞിട്ട് വരട്ടെ. പറഞ്ഞോളൂ. Tagore is greater than all the poem Bengali. പോയമില്ല, പോയിറ്റ്സ്. ഓക്കെ Poet ഓക്കെ Bengali. ഓക്കെ. ഷാഹിലത്തെ പറഞ്ഞു. Okay. Tagore is greater than more the other poets in Bengali. ടാഗോർ ഒന്നും പറഞ്ഞ് ക്ലിയർ ആയില്ല. പറഞ്ഞോളൂ. Tagore is Tagore is greater than more the other poets in Bengali. yes, all the other poets in Bengali. ഓക്കെ ഓക്കെ. അതിലെന്താ പറഞ്ഞേ? സർ എന്നോട് പറയാനാണോ? Tagore is greater than all other Bengali poets. Yes, poets. അല്ലോ, all other Bengali poets. മറ്റ് ബംഗാളി കവികളെക്കാൾ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം, Tagore is greater than all the other poets in Bengali. Okay? Yes, പിടികിട്ടില്ല. എൻ്റെ ഒരു ടെക്നോളജി പിടികിട്ടില്ല. Yes. any other വരുമോ? No. Any other വരുമോ? Tagore is greater than any other poets in Bengali. All other ചേർക്കാം. Any other ആണെങ്കിൽ പോയിറ്റ് എന്ന് വേണം. All other ആണെങ്കിൽ പോയിറ്റ്സ് വേണം. Poet. Okay അല്ലേ? ഓക്കെ ഓക്കെ. Any other ആണെങ്കിൽ പോയിറ്റ്, all other ആണെങ്കിൽ പോയിറ്റ്സ്. Yes. അടുത്ത വാചകം പറയാം. Dr. Ravi is the best eye specialist, EYE, eye specialist in the town. In the town. Okay. ഡോക്ടർ രവി ടൗണിലെ ഏറ്റവും ബെസ്റ്റ് ആയ ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോ ബെസ്റ്റ് വന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാചക സൂപ്പർലേറ്റീവ് ആണ്. ബ്രാക്കറ്റിൽ ചേഞ്ച് ഇൻ ടു പോസിറ്റീവ്, സോറി ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ്. പോസിറ്റീവ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം, തീരുമില്ല. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാല്, ഒരു സ്ഥലത്ത് ഡോക്ടർ രവി നടത്തുക, മറ്റേ സ്ഥലത്ത് ടൗണിലെ ബാക്കിയുള്ള ഐ സ്പെഷ്യലിസ്റ്റ് നടത്തുക. രണ്ടും കൂടി താരതമ്യം ചെയ്യുക. ബെസ്റ്റിന്റെ വാക്ക് പറയോ? മൂന്നെണ്ണം, പോസിറ്റീവും കമ്പാരിറ്റീവും. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. നേരത്തെ നമ്മൾ എഴുതിയതാണ്. അതിനകത്ത് എന്തത്? ഓക്കെ 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 ഓക്കെ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. Yes, okay, Sheena, okay, Tara. Yes, very good, very good, very good, very good. Yes, simple ആണ്. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. Yes, okay, 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 okay. Hello. Sir.
Sir, Dr. Ravi is better than any other specialist in the town. Very good. Dr. Ravi is better than any other eye specialist in the town. അല്ലെങ്കിൽ ഡോക്ടർ രവി ഈസ് ബെറ്റർ ദാൻ ഓൾ ദി അതർ ഐ സ്പെഷ്യലിസ്റ്റ് ഇൻ ദി ടൗൺ. അങ്ങനല്ലേ എഴുതിയേക്കണേ? യെസ്, വെരി ഗുഡ്. അപ്പൊ മനസ്സിലായല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നിട്ട് അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ മനസ്സിലായല്ല. അപ്പൊ ഇതേപോലെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഗ്രി തരും. അതിന്റെ ബ്രാക്കറ്റ് ചോദ്യം ഉണ്ടാവും, ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. അടിയിൽ 3 ആൻസർ ഉണ്ടാവും, അതിൽ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് മാറ്റിയതായിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. യെസ്, The Vatican, VATICAN, റോമിന്റെ തലസ്ഥാനം വത്തിക്കാൻ, is the smallest nation. ഒന്നുകൂടി പറയോ? The Vatican, V capital VATICAN, Vatican is the smallest, SMALLEST, smallest nation, NATION, nation in the world, WORLD. ഇങ്ങനെ പറയാം, the Vatican is the smallest nation in the world. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ. അപ്പൊ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ഒരു വശത്ത് വെക്കുക, ബാക്കിയുള്ളതിനെ പുറത്ത് വെക്കുക. അപ്പൊ ഇവിടെ സ്മോളസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ പോസിറ്റീവിന്റെയും കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിന്റെ അടിയിൽ എഴുതുക സ്മോൾ, പോസിറ്റീവിന്റെ അടിയിൽ സ്മോൾ, സ്മോളർ, SMALLER, സ്മോളർ. സൂപ്പർലേറ്റീവ് സ്മോളസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. യെസ്, എഴുതിക്കോളൂ. ഓക്കെ മുംതാസെ? ഓക്കെ ഷീന? ഓക്കെ 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 ഐഷ. മുംതാസെ വായിച്ചോളൂ. The Vatican is smaller than all other destinations in the world. All other nations in the world. Correct. അല്ലെങ്കിൽ nations. Very good. അപ്പൊ മനസ്സിലായില്ല, പിടികിട്ടിയല്ല, ഇതിനകത്ത് സംശയമൊന്നുമില്ല. യെസ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ നിങ്ങൾ അതിന്റെ ടെക്നോളജി നിങ്ങൾ പഠിച്ചു. യെസ്, ഓക്കെ. യെസ്. അപ്പൊ ഇനിയപ്പോ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി 5 മിനിറ്റ് കൂടി ഒക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. യെസ്. അപ്പൊ ആൻസർ എന്ത് ചെയ്താൽ മതി? ടൈപ്പ് ചെയ്താൽ മതി. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാലേ അത് മുഴുവനായിട്ട് പറഞ്ഞെത്തിക്കാനുള്ള സമയം കിട്ടൂല, അതുകൊണ്ടാണ്. യെസ്, ഓക്കെ. സർ ഒരു സെക്കൻഡ്. സർ ഓൾ അതർ വരുമ്പോ പ്ലൂറൽ ഫോം അല്ലേ വരുന്നത്? നേഷൻസ് ആണോ? എനി അതർ വരുമ്പോ സിംഗുലർ ഫോം ആണ് വരുന്നത്. നേഷൻ. ഓക്കെ സാർ, ഈ ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചില്ലേ, അതിൻ്റെതൊന്നും പറയൂ സാർ. അപ്പൊ സമയം എനിക്കൊരു കോൾ വന്നതിൽ അത് കേട്ടില്ല. യെസ്, ഒന്ന് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ ജോസ്മിയാണ് പറഞ്ഞത്. ഐഷ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ഐഷയുടെ നാക്ക് മുകളിൽ എത്ര പ്രാവശ്യം മുട്ടുണ്ടെന്ന് നോക്കി. 2 times. അപ്പൊ 2 കൂടുതൽ വന്നു കഴിഞ്ഞാല് അതിന്റെ കമ്പാരിറ്റീവ് പറയുമ്പോൾ മോർ ചേർന്ന്, സൂപ്പർലേറ്റീവ് വരുമ്പോൾ മോസ്റ്റ് ചേർത്ത കറക്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. കേട്ടാ? ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ.
Yes. Yes. അപ്പോ ചോദിക്കാം അല്ലെ, ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് 3 പേരെ കണ്ടെത്തണം. അപ്പൊ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരാണ് എന്റെ കൂടെ നിൽക്കുന്നത്? ഒരു ശ്രദ്ധ വേണം. ഞാൻ കണ്ടെത്താം, എന്നിരുന്നാലും ഞാൻ നിൽക്കാം സാർ. ആരാണ്? സച്ചു. ആ, എന്നെ ഒന്നും പ്രതീക്ഷിക്കേണ്ട സാറേ. ഞാൻ സാറിനൊപ്പം കണ്ടെത്താൻ നിൽക്കാതെ അല്ലെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തന്ത്രപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് അല്ലെ. വെരി ഗുഡ്. യെസ്, നോ പ്രോബ്ലം. യെസ്, ഓക്കെ അച്ചു, വെരി ഗുഡ്. അപ്പോ യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ലെറ്റർ ജി. നിങ്ങളുടെ ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? ജി. ഗുഡ്. രണ്ടാമത്തെ ലെറ്റർ ആർ, റെഡ്. ജി ആർ. ബാക്കി നിങ്ങൾ ചേർത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ജിക്ക് ആരംഭിക്കാം കേട്ടോ. എ ബ്ലാക്ക് സ്റ്റിക്ക്, STICK, inside a pencil. A black stick inside a pencil. ഇത് വേറെ പേരല്ലേ, ഇത് തരാണ്. ആ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഗ്രാനൈറ്റ് അല്ലെ, ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. യെസ്, ഗ്രിഡ് എന്നുള്ള വാക്കുണ്ട് അതിന്. ഗ്രാഫൈറ്റ് ആണല്ലോ എന്റെ എല്ലാം കിടക്കുന്നത്. ഹസീന, അനു, ഷാഹിലത്ത്. ഹസീന, അനു, ഷാഹിലത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, പേടിക്കണ്ട, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, എനിക്ക് നിങ്ങൾക്ക് തരാൻ മാർക്കല്ലേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ഒരു ലോപവും വിചാരിക്കില്ല, പേടിക്കണ്ട. അടുത്തത് യുവർ പാരൻസ്. അപ്പോസ്ട്രോഫീസ് ഉണ്ട്. യുവർ പാരൻസ്, പാരൻസ്. അനു, മുംതാസ്, ഐഷ. അനു, മുംതാസ്, ഐഷ. യെസ്, കറക്റ്റ് ആണ്. ഗ്രാൻഡ് പാരൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. യുവർ പാരൻസ്, പാരൻസ്, ഗ്രാൻഡ് പാരൻസ്. അടുത്തത് ഓക്കെ 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 ഓക്കെ. എ ബിൽഡിംഗ്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വലിയ കെട്ടൊന്നും വിചാരിക്കണ്ട, വേറെ വിചാരിച്ചാലും മതി. ചെറിയ സെറ്റപ്പ്. വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്. PLANTS, ചെടികൾ. എ ബിൽഡിംഗ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്. ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന് ഒന്നും കൂടി ഒന്ന് ശരിയാക്കും. മുംതാസെ, ഒരു നഴ്സറിയിലോട്ട് നിങ്ങൾ പോകും മനസ്സുകൊണ്ട്, അപ്പൊ ശരിയാവും. അതല്ല ശനി, അതിനൊരു പേര് പറയാം. ബിൽഡിങ്ങിന് ഒരു പേര് പറയില്ല. P അല്ല, A. നഴ്സറിയിലൊക്കെ ഉണ്ടാവും. യെസ്, നയന, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഗ്രീൻ ഹൗസ്. വെരി ഗുഡ് നയന. ഷാഹിലത്ത്, രേവതി. നയന, ഷാഹിലത്ത് ആൻഡ് രേവതി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അത് ഗ്രീൻ ഹൗസ് എന്നാണ് പറയുന്നത്. ചില ചെടികളൊക്കെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ അകത്ത് വെക്കണം. നിങ്ങളത് നഴ്സറി പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു പച്ച ഷീറ്റൊക്കെ ഇട്ട് മറച്ചു വെച്ചേക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ മുകളിലായിരിക്കും നിനക്ക്, അതിന്റെ മുകളിൽ ഒരു ഹ്യൂമിഡിറ്റി എപ്പോഴും കാണുന്നത്. യെസ്, അതിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. ഓക്കെ, അടുത്ത വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചോദ്യം ഇതാണ്, കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. To cook food on a metal bar.
So can you repeat the question? To cook food on a metal bar. Bar. Metal bar. To cook food on a metal bar. Known as a Sheena. GR. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്നേ. ഗ്രേവി ഒന്നുമല്ല ഇഷ. Yes, Hasina, correct answer. Hasina, Sheni. രേവതി അല്ലേ? ഹസീന, ഷെനി, നയന. ഹസീന നേരത്തെ വന്നിട്ടുണ്ട്. ഷെനി നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഷെനി ആൻഡ് നയന അല്ലേ? ഓക്കെ. ഗ്രിൽഡ് ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞേനെ അല്ലേ? നമ്മൾ ആ ഗ്രില്ലിന്റെ മുകളിൽ വെച്ച് വേവിക്കുന്നതല്ലേ അല്ല, ചൂടാക്കുന്നതല്ലേ ഗ്രിൽഡ് ചിക്കൻ. അടുത്തത് ഞാനൊരു ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്: ടു ബിക്കം ബിഗ്ഗർ. ടു ബിക്കം ബിഗ്ഗർ, വലുത്. ടു ബിക്കം ബിഗ്ഗർ. GR ആരംഭിക്കുന്ന അതിന്റെ ഒരു വൺ വേർഡ്. സിമ്പിൾ ആണ്. ഈ ഗ്രേറ്റ് ടു ബിക്കം ബിഗ്ഗർ. ഷാഹിനത്ത്, അനു, ആയിഷ. ഷാഹിലത്ത്, അനു, ആയിഷ. ഓക്കെ. ഗ്രോ ആണ്. GROW, ഗ്രോ കേട്ടോ. യെസ്. ഓക്കെ. യെസ്, ഗ്രോ. അടുത്തത് ഞാൻ ചോദിക്കും പറയുമ്പോൾ പറയും, കാരണം വെരി സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്. BRIDE. അനു ആർക്കുണ്ടായിരുന്നു അനുവിന്റെ അടിയില്? അച്ചു, അനു, ആതിര, സാഹിലത്ത്. ആതിരായിരുന്നു അല്ലേ? ആതിര, സാഹിലത്ത്. ഓക്കെ. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. യെസ്. അടുത്തത് എ കളർ in between black and white. A color in between. ഷാഹിരത്തിന് പിടികിട്ടി. അതിന്റെ മുകളിൽ താഴേക്കാരായിരുന്നു മുംതാസും രേവതി. രേവതി. സർ, മുംതാസ് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ അല്ലേ, ഗ്രേ അല്ലേ വരിക? ഗ്രേ ആണ് പറഞ്ഞത്. മുംതാസ് ഗ്രേ ആണ്. രേവതി ഗ്രേ അല്ലേ ആൻസർ? ഗ്രേ ആണ് ആൻസർ. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും കൂടി കളർ ചേർത്ത ബ്ലാക്ക് ആയി, അത് ഒന്നുകൂടി ലൈറ്റ് ആയിക്കോ വൈറ്റ് ആയി. ഗ്രേ ഈസ് കറക്റ്റ് ആൻസർ. സാഹിലത്ത് രേവതിയും ഗ്രീനാ പറഞ്ഞേ. മുംതാസും അനു, പിന്നെ ആയിഷ. ഗ്രേ. മുംതാസ്, അനു, ആയിഷ അല്ലേ? യെസ്. മുംതാസ്, അനു, ആയിഷ. ഓക്കെ. യെസ്, പോട്ടെ. അത് നമ്മളിങ്ങനെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാം. ഒരു മാർക്കൊക്കെ ഞാൻ പറയുമ്പോൾ അങ്ങനെ പോയിട്ട് വരാം. അത് ഭയപ്പെടാണ്. യെസ്, ഓക്കെ. A place where dead people, DEAD, dead people are buried, BURIED. A place where dead people are buried. More ML, കുഴിപാടം നടത്തുന്നുണ്ട് കാതിര. അതായത് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് കയറി ക്ലിക്ക് ആവും. ഗ്രൗണ്ട് അല്ല, ML GR വരും. G മാറും. Yes, Naina is the correct answer. In grave, Naina, Anu, Revati. Naina, Anu, Revati. You and Revati. Oh, so okay. The Illichi written in a country church and over the Kavidan. Why should that? I പഠിച്ചിട്ടുണ്ട്.
അതാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിലാപകാവ്യമായിട്ട് അറിയപ്പെടുന്ന ഒരു കൃതിയാണ് ദ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാണ്. ഗ്രേവ്, അതായത് ഒരു കവി വില്യം വേഴ്സ്വർത്തിന്റെ ഓർമ്മയെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സിമിത്തേരിയിൽ വന്നിരിക്കുകയാണ്. സിമിത്തേരിയിൽ വന്നിരിക്കുമ്പോൾ അവിടെ ധാരാളം കുഴിമാടങ്ങൾ കാണും. ഓരോ കുഴിമാടത്തിന്റെ മുകളിലും മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആരെയാണ് അതിൻ്റെ അകത്ത് അടക്കി വെച്ചിരിക്കുന്നത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവർ പങ്കെടുത്ത യുദ്ധങ്ങളെ കുറിച്ചും അവർ പങ്കെടുത്ത യുദ്ധത്തിൽ അവർ കൊന്ന ശത്രുക്കളുടെ എണ്ണവും എല്ലാം ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വില്യം വേഴ്സ്വർത്ത് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വിലപിക്കുകയാണ്. അതാണ് ദ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാണെന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിത. അത് അറിയപ്പെടുന്ന വിലാപകാവ്യമാണ്. അപ്പൊ പുള്ളി ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുഴിമാടങ്ങൾ കാണുന്ന സ്ഥലത്തിലേക്ക് വീണ്ടും നോക്കി കഴിയുമ്പോൾ അങ്ങ് അകലെ ചെറിയ ചെറിയ മൺകൂനകൾ കാണും. ചെറിയ ചെറിയ മൺകൂനകൾ. ആ മൺകൂനകളുടെ അടിയിലും ഇത് മണ്ണ് ഞാൻ മൂടി വെച്ചേക്കണം ഉള്ളൂ. ആ മൺകൂനകളുടെ അടിയിലും ആരൊക്കെയോ സംസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളിലൊന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം പ്രശസ്തരല്ലാത്തതുകൊണ്ടായിരിക്കാം എഴുതി വെക്കേണ്ടത്. അപ്പോ ഈ മൺകൂനകളുടെ അടിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയോട് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് പുള്ളി വിലപിക്കുന്നു. അത് പുള്ളി പറയുന്ന അവരോട് ഇങ്ങനെയാണ്: നിങ്ങളും പ്രശസ്തരാകുമായിരുന്നു, വിധി നിങ്ങൾക്കൊരവസരം തന്നിരുന്നെങ്കിൽ. യെസ്, അതാണ് അതിന്റെ കവിത. നമുക്ക് ചിലപ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. ഒരുപാട് കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒരു അവസരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ പിന്നെ നമുക്ക് കയറി വരും. ഇല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, യേശുദാസ് ആദ്യമായിട്ട് പാടാൻ വന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്? റോസി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ആ പാട്ട് പാടേണ്ടിയിരുന്നത് ആരാണ്? ഉദയഭാനുവാണ്. ഉദയഭാനു പനിയായതുകൊണ്ട് അന്ന് പാടാൻ പറ്റിയില്ല, തൊണ്ട ശരിയായില്ല. അപ്പൊ പുറത്ത് നിൽക്കുന്ന യേശുദാസിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പയ്യനാണല്ലോ, ആ പാട്ടൊന്ന് പാടുന്നു പറഞ്ഞു. അപ്പൊ യേശുദാസ് എന്ന് പറഞ്ഞു, ഞാൻ പാടില്ല, കാരണം പ്രഗത്ഭ ഗായകൻ പാടാൻ പോകുന്ന പാട്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസാനം ഉദയഭാൻ തന്നെ വന്ന് പറയണം, ദാസപ്പ അത് പാടിക്കൊടുത്തു. അങ്ങനെ യേശുദാസ് അത് പാടി. അല്ലിയാമ്പൽ കടവിലും നിരക്ക് വെള്ളം അന്ന് നമ്മൾ ഒന്നായി തുടങ്ങിയില്ലേ അനുരാഗ കരിക്കിന് വെള്ളം, അത് കയറി സൂപ്പർ ഹിറ്റായി. അല്ല, വിധി ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പോ സൂപ്പർ ആയിട്ട് പോയ ഒരുപാട് ആളുകൾ. അതുപോലെ വിധി നിങ്ങൾക്ക് ഒരു അവസരം തരും. യെസ്, അപ്പൊ നിങ്ങൾ ആരാവും? നിങ്ങളും പ്രശസ്തരാകും. ഇത് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞപ്പോ അത് മറക്കണ്ട. എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാണ്. ഓക്കെ, അടുത്തത് സമയമായതുകൊണ്ട് നമുക്ക് നിർത്താം അല്ലെ? 26 യെസ്, അപ്പൊ ഇതിന്റെ പോയിന്റുകളൊക്കെ ഒന്ന് കൂട്ടി പറയാം. യെസ്, ഒരുപാട് പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ. യെസ്, ഓക്കെ. അപ്പോ ശനിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആതിരയ്ക്കും 1 പോയിന്റ് കിട്ടി. ചിലപ്പോൾ ഞാൻ രേഖപ്പെടുത്തിയ ഒരു പോയിന്റ് ഒക്കെ അങ്ങോട്ടൊക്കെ പോയിന്റൊക്കെ ക്ഷമിച്ചാൽ കേട്ടോ. ഓക്കെ, ഹസീനക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മുംതാസിന് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഐഷക്കും 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നയനയ്ക്കും 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. രേവതിക്കും 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ 3 പോയിന്റ് ലഭിച്ച എല്ലാവരും 3ാം സ്ഥാനം ഉറപ്പാക്കിയവരാണ്. അപ്പൊ രേവതി, നയന, ഐഷ, മുംതാസ് 3ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഷാഹിലത്തിന് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ് ലഭിക്കുകയും 2ാം സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. 2ാം സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തു. അനുവിന് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, 1 പോയിന്റ് കൂടി കൂടുതൽ അനുവിന് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ്. അപ്പൊ അനു 1ാം സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. മാർക്ക് കൂടുതൽ കിട്ടിയവർക്കും കുറവ് കിട്ടിയവർക്കും നിങ്ങൾക്ക് ഉത്തരം പറയാം. ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള വേഗതയോടൊക്കെ എത്താണ്ട് പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിധി ഒരു അവസരം തന്നില്ല. ടൈപ്പ് റൈറ്റിംഗ് നമുക്ക് സ്പീഡ് കിട്ടിയില്ല, അതായിരിക്കാം മതി. യെസ്, അല്ലെങ്കിൽ ഓക്കെ ഷീന, ചിലപ്പോൾ നമ്മൾ 4ാമത് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ 3 പേര് നമ്മൾ പരിഗണിക്കപ്പെട്ടില്ല. യെസ്, ഓക്കെ. അപ്പോ വിധി നിങ്ങൾക്ക് ഇനി ഒരു അവസരം തരും.
യെസ്, അന്ന് നമുക്ക് നമ്മുടെ കഴിവ് പുറത്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. ഇതൊക്കെ നിങ്ങളുടെ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സൈൻ ഔട്ട് പറഞ്ഞു. Thank you all for your active participation and support. Your presence made today's class successful and meaningful. Once again, thank you everyone. Okay, thanks to all. We will meet in the next class. Okay. Thank you, sir. Okay. Thanks, sir. Okay. Okay, Ram.